Good morning, my cutie cutie. Thank you. Okay. Ta-ta. സാർ മനോജ് കേജന്റെ ഫ്രണ്ടാ? ആര് പറഞ്ഞു? ഫ്രണ്ട്സ്. Go to your class. Altaf, what's your ambition? പേടിക്കണ്ട, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗോ. ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും. നീ പറയും പറയുന്നല്ലാതെ പറയുന്നില്ലല്ലോ. നീ പോയി പറ. എടാ അവള് പോയി പറയും. പറയട്ടെ. പോയി പറഞ്ഞു കൊടുക്കും നിമ്മനെ. വാടാ, വാ നോക്ക്. അവള് മിസ്സിനോട് പറയടാ. നീയല്ലേ മിസ്സിനോട് പറഞ്ഞോളാൻ പറഞ്ഞേ. ഇത് സീനാവടാ. നിനക്ക് പണിഷ്മെന്റ് ഷുവറാ. What happened? എടാ വിട്ടോ ഓ പോര്. ഈ കാര്യത്തിൽ ടീച്ചേഴ്സിനെ എനിക്ക് കുറ്റപ്പെടുത്താനാവില്ല. പേരൻസിന്റെ കൊള്ളരുതായ്മയെ മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയൂ. ലവ് ചെയ്ത് നടക്കേണ്ട പ്രായമാണോ ഇവന്? സോറി മദർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്രയും ചീപ്പ് സ്വഭാവമുള്ള ഒരു കുട്ടി ഈ സ്കൂളിന് അപമാനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടീസ് തന്നിടാനേ നിവർത്തിയുള്ളൂ. അങ്ങനെയൊന്നും പറയരുത് മദർ. പറയുന്നതാണോ? കാണിച്ചു വയ്ക്കുന്ന മുഴുവൻ വൃത്തികേടല്ലേ? സ്നേഹിക്കുന്നത് അത്ര വൃത്തികേടൊന്നുമല്ല, ആണോ മദർ? ഈ ചെറുപ്രായത്തിൽ ഇവനിപ്പോ 4th സ്റ്റാൻഡേർഡിലായില്ലേ? ഞാനൊക്കെ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ മോശക്കാരനായോ? മദർ, മനസ്സിൽ സ്നേഹമുള്ളവർക്കേ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂ. നിപുണയുടെ പേരൻസ് ഈ വിവരം അറിഞ്ഞാൽ അവരാ കുട്ടിയെ ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്നേഹത്തിന്റെ പേരിലല്ലേ മദർ? ഭഗത്തിന് ഒരു അവസരം കൂടെ കൊടുക്കും, അവൻ നല്ല കുട്ടിയാവും. അല്ലേ ഭഗത്? ഷുവർ മദർ, ഇനി ഭഗത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല, പ്രോമിസ്. ഭഗത്തിനോടാണ് ചോദിച്ചത്. കണ്ടില്ലേ, അവന് തെറ്റ് മനസ്സിലായി. ഇനി അവൻ നിപുണയെ ഡിസ്റ്റർബ് ചെയ്യില്ല. മദർ, ഞാനല്ലേ പറയുന്നത്? സാറിന്റെ ഒരൊറ്റ വാക്കില. മേലിൽ ഇവനെ കുറിച്ച് ആ കുട്ടിയോ ആരെങ്കിലോ കംപ്ലൈന്റ് ചെയ്താൽ ഭഗത് ആ നിമിഷം ഈ സ്കൂളിന് പുറത്താകും. ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല മദർ. ഭഗത്, ഇനി കുരുത്തക്കേടൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ പറഞ്ഞാ പോരാ, ഞാൻ ഇനി വികൃതി ഒന്നും കാണിക്കില്ലെന്നും നിപുണയെ സ്വന്തം സിസ്റ്ററായി കാണുമെന്നും 100 ടൈംസ് എഴുതി എന്നെ കാണിച്ചിട്ട് പോയാ മതി. ഹൃദയം കഴിഞ്ഞില്ല ഇതുവരെ? നീ ഇതുവരെ പോയില്ലടാ. എനിക്ക് റൂം പൂട്ടണം. ഇതിലും ഭേദം നിന്നെ പിടിച്ച് പട്ടിക്കൂട്ടിലിടുന്നതായിരുന്നു. എടാ ഞാൻ എഴുതണടാ. എനിക്കൊരു 2000 rupees തന്നാ മതി. ഒരു 500, പോട്ടെ ഒരു 100. എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട, പക്ഷെ നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ ഗോകുൽ സാറിനോട് പറഞ്ഞ് മനോജ് കെ ജയന്റെ ഡേറ്റ് ഒന്ന് വാങ്ങിത്ത. അത് മതി, നോക്കിയാ മതി. നിപുണ മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഭഗത്ത് പോയി ഡെസ്കിൽ തല വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവൻ ചെയ്തു. എന്തായാലും ഇമ്പോസ് ചെയ്ത് മോശമായിപ്പോയി. ഞാനതിലേറെ ലവ് ചെയ്യാൻ പോകാത്തത്. ഇനി നോക്കിക്കോ, ഭഗത്ത് നിപുണ ഒരിക്കലും മൈൻഡ് ചെയ്യൂല. കട്ടീസാ മിണ്ടാണ്ടിരിടെ, മുട്ടേന്ന് വിരിഞ്ഞില്ല. അപ്പത്തേക്കും വലിയൊരു പറയുന്ന കേട്ടിരിക്കും. മുട്ടേന്ന് വരുന്ന ഒരാളു ഓടി. എങ്ങനെയുണ്ട്? നന്നോ? ഇതിനെ ഒട്ടിച്ച് വടക്കാക്കണ്ട, എടുത്തു വച്ചോ. പാകമാണല്ലോ അല്ലേ? എന്നാടാ മത്സരം? അതറിയില്ല, ഡേറ്റ് ക്ലാസ് പറയുന്ന സാറ് പറഞ്ഞത്.
ആ അതിന് ഇനിയും വേണമല്ലോ സാധനങ്ങള്. ഷൂ മാത്രം പോരല്ല. ഹെൽമെറ്റ് വേണം. ആ അതെ. ആദ്യം മത്സരം എന്താണെന്ന് അറിയട്ടെ. എടാ അൽത്താഫേ, നീ ഇതിന്റെ ബാൽറ്റൂന്ന് ശരിയായി തന്നടാ. വാൾട്യൂബോ? അത് വാട്സാപ്പിന്റെ കാര്യമാ. എനിക്ക് വാട്സപ്പും യൂട്യൂബും കൂടിയേ കുഴഞ്ഞു പോകും, അതാ. ഈ ആദ്യം പോയി ആ സൈക്കിളിന്റെ വാൾട്ടി മാറ്റി. മാറ്റടാ. ആ ഇത് പഞ്ചറാണെന്ന് ഉണക്കാ. ഷൂ നല്ലോണം കൊണ്ടുവച്ചോ, ഉമ്മ കാണണ്ട. വെറുതെ ഓൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ടാ. എത്ര കാലമെന്ന് വെച്ചിട്ടാ ഈ ഡയാലിസിസ് ചെയ്ത് കഴിയുന്നത്. കിഡ്നി മാറ്റി വെച്ചാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ആ പോകുന്നിടത്തോളം പോട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഓരോരുത്തര് ഓരോ തുള്ളി ജീവന് വേണ്ടി നടു റോഡിലൂടെ ആംബുലൻസിന് പായുന്നത് നമ്മൾ കാണുന്നല്ലേ. അതൊക്കെ പ്രാണന് കൊതിയുള്ളവരല്ലേ. ആമിനിത്താനോടെങ്കിലും ഇക്കയ്ക്ക് സൂക്കട്ടിന്റെ കാര്യം ഒന്ന് പറയായിരുന്നു. വെറുതെ എന്തിനാ എല്ലാരെയും വിഷമിപ്പിക്കുന്നേ? കിട്ടി മാറ്റി വയ്ക്കാനൊക്കെ എത്രയാ കാശെന്ന് വിചാരം? അപ്പൊ ഇതിനൊക്കെ കാശ് കണ്ടെക്ക വേണം. എന്റെ കാര്യമല്ല പുഷ്പ ഇപ്പൊ നോക്കേണ്ടത്. അൽത്താഫിനൊരു വൈക്ക് എത്തിക്കണം. ആമിനയ്ക്ക് ഓന് ഇഷ്ടമല്ലെങ്കിലും ഓൻ ആമിനി മിശയിലെന്ന് വെച്ചാൽ ജീവനാ. അവൻ നോക്കുവരെ. ഇക്ക, നമുക്ക് അൽത്താഫിന് ഹെൽമെറ്റ് വാങ്ങിക്കണ്ടേ? വാങ്ങണം. ഇന്ന് സ്കൂളിൽ PTA മീറ്റിംഗാ. അത് കഴിഞ്ഞാൽ അറിയാം എന്നാ മത്സരമൊന്നും. അത് കഴിഞ്ഞ് വാങ്ങാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. കഴിവുള്ള കുട്ടികളെ മനഃപൂർവ്വം മാറ്റി നിർത്തി സ്വന്തം കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തരം നാണം കെട്ട ഏർപ്പാട് നമ്മുടെ സ്കൂളിലുണ്ട്. സ്വന്തം കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് പേരൻസ് ആണ്. കഴിഞ്ഞ തവണ കലാമേളയ്ക്ക് പോയപ്പോ ഞാനും ഇതുപോലെ അനുഭവിച്ചതാ. ഭരതനാട്യത്തിൽ എന്റെ മോള് എന്ത് നന്നായി പെർഫോം ചെയ്തതാ. ഒടുക്ക റിസൾട്ട് വന്നപ്പോ പ്രീതി മിസ്സിന്റെ മോൾക്ക് ഫസ്റ്റ്. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ പരിചയത്തിൽ ജഡ്ജസിനെ വിളിച്ച് വിധി നിർണ്ണയിക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കും. സൈലൻസ്. നിങ്ങളാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്. കഴിവുള്ളവർ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ടാ ഇവിടെ നല്ല സയന്റിസ്റ്റുകൾ ഉണ്ടാവാത്തത്. കഴിവുള്ളോണ്ട് മാത്രം കാര്യമില്ലല്ലോ, കാശും വേണ്ടേ? അതെന്താ അൽത്താഫിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത്? കാശില്ലാത്തതുകൊണ്ട് അൽത്താഫിനെ റോൾ സ്കേറ്റിംഗിൽ പങ്കെടുപ്പിക്കില്ല എന്നാണോ? അതൊക്കെ കാശുള്ളവരുടെ കളിയല്ലേ, ഞങ്ങളെ എവിടുന്ന കാശ്? അങ്ങനെ പറയരുത്. PTA ഫണ്ടിൽ നിന്നും ആ കുട്ടിക്ക് ആവശ്യമുള്ള കാശെടുത്ത് ചെലവാക്കണം. നല്ല ഭാവിയുള്ള കുട്ടി അൽത്താഫ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ അവനെ കവച്ചു വെക്കാൻ മറ്റൊരു കുട്ടി ഈ സ്കൂളിലില്ല. PTA ഫണ്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഞങ്ങൾക്കെത്താ ഫണ്ട്. ഞങ്ങളും കാശില്ലാത്തവരാ. എന്റെ മോനത് പെർഫോമൻസിൽ മോശാ. ബാസ്കറ്റ്ബോളിൽ നാഷണൽ പ്ലേയേഴ്സിൽ കഴിഞ്ഞ് 2 തവണയും അവനുണ്ടായിരുന്നില്ലേ? അതിന്റെ ചെലവ് മുഴുവൻ ഞങ്ങളാ വഹിച്ചത്. PTA ഫണ്ട് അങ്ങനെ വ്യക്തിപരമായി മാറ്റിവെക്കാൻ പറ്റില്ല. എന്തായാലും അൽത്താഫിന്റെ കാര്യത്തിൽ പേരൻസ് എന്നെ ഒരു തീരുമാനത്തിലെത്തണം. സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് മത്സരം അടുത്ത ആഴ്ചയാ. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത 4 പേർ ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. അതിൽ 3 പേർക്ക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 4 പേരിൽ 3 പറയുമ്പോൾ കാശില്ലെങ്കിൽ അൽത്താഫ് മാറി നിൽക്കട്ടെ. സ്കൂൾ വിൻ ചെയ്യണമെങ്കിൽ അൽത്താഫ് മസ്റ്റാ. അതിന് അൽത്താഫിന്റെ പേരൻസ് ഇതുവരെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അൽത്താഫിന്റെ ഉമ്മയോടാ പറയുന്നത്. നോക്കാം. എന്നാ പിന്നെ കൂടുതലായി ഒന്നും പറയാനില്ല. ഈ എക്സിക്യൂട്ടീവ് യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. എന്താ അത്ര നേരത്തെ പോകുന്നത്? ഒന്നുമില്ല.
നല്ല സുഖമില്ല. PTA മീറ്റിങ്ങിന് പോയി വരുമ്പോ ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വാങ്ങി. അവന്റെ കാര്യമെല്ലാം പറഞ്ഞോ? കാശില്ലാത്തവർ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ചെരുപ്പമേ ഉള്ളുന്ന കളി അത്ര വലിയ കളിയൊന്നും അല്ലല്ലോ. 4 കോഴിക്കളെ പോറ്റി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. മത്സരം എന്നാണെന്ന് പറഞ്ഞിരുന്നോ? അവന് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കാശില്ലെന്ന് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. എന്തിനാ നാണിക്കുന്നത്? അവനെ അപ്പിടുന്ന കണ്ടിട്ട് അണ്ണാൻ അതുപോലെ ആവാൻ പറ്റുമോ? കാശൊക്കെ ഉണ്ടാവും, അതിനത്ര വലിയ കാശൊന്നും വേണ്ട. കളിക്കാനല്ല, കുട്ടികൾക്ക് പഠിക്കാനാ കാശ് ചെലവാക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊണ്ട് ബാങ്കിലിട്. ഒരു പെൺകുട്ടിയാ വളർന്നു വരണത്, അത് മറക്കണ്ട. അവന്റെ ചെറിയൊരു ഇഷ്ടമല്ലേ, അതെങ്കിലും നടത്തി കൊടുക്കണ്ടേ? ഞാൻ നടത്തി കൊടുത്തോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്നിട്ട് ഉപ്പമ്മനും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് കഴിഞ്ഞോ? എന്നെ എന്റെ മോളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, അല്ലെങ്കിൽ അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പോകോഴി അവിടുന്ന്. അൽത്താഫ്, എന്തായി തീരുമാനം? ഇത് ശരിയല്ല. ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും ദിവസവും. ഷേം ഷേം ഷേം. ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്ന എത്ര തരം ജനങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലൊക്കെ ആവാൻ അൽത്താഫിന് തോന്നുന്നില്ലേ? ഓക്കെ, ഇന്ന് മൺഡേ, ഫ്രൈഡേക്ക് മുമ്പായിട്ട് പറയണം. ഓക്കെ അൽത്താഫ്? നിന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ, ഡോക്ടറും എഞ്ചിനീയറും എല്ലാം ആവാൻ. നിനക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമില്ലേ? നിലവിളിക്കാതെ, മോനിപ്പോ വണ്ടിയായി വരും. ലൈല, മോനെ വണ്ടി വന്നോ? ഇല്ലപ്പാ, അയാൾക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. വെറുതെ പറഞ്ഞതാ, അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഉമ്മ കരയല്ലേ? നമുക്ക് ആശുപത്രി പോവാം. കരയണ്ട, ഡോക്ടർ ഇപ്പൊ കാണാം. ആശുപത്രി പോ. എവിടേക്ക് അവരെ കൊണ്ടുവന്നേ? ഇവൾക്ക് തീരെ വയ്യ. ഡോക്ടറെ കാണിക്കൂ. എവിടെയാ ഡോക്ടറെ? ഡോക്ടറെ കാണാം. ആദ്യം പോയി പേര് രജിസ്റ്റർ ചെയ്യൂ. പേര് ലൈല. എവിടെയാ രജിസ്റ്റർ ചെയ്യണ്ടേ? വേഗം ചെല്ലൂ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. വേഗം ചെല്ലൂ. ഇവിടെ നിന്നോ? ലൈല, വയസ്സ് 24. ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്? പ്രസവത്തിന്റെ. ഓക്ക് വയറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞിരുന്നു. ഒരു 10,000 അടച്ചോളൂ. കാശില്ലേ? നാളെ കൊണ്ടുവരാം. പെട്ടെന്ന് വയ്യാതായപ്പോ വേദനിച്ച് ക്യാഷ് അടയ്ക്കാതെ ഡോക്ടർ കൺസൾട്ട് ചെയ്യില്ലെന്ന് അറിയാലോ. അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കാ. എന്താ പേര്? സുരേഖ. ഒന്ന് മാറി നിൽക്ക, അവര് ക്യാഷ് അടയ്ക്കട്ടെ. ഡോക്ടർ എവിടെയാ? ഡോക്ടർ മുകളിലുണ്ടോ? Da da